ഇത് തള്ളിയല്ലോ. തള്ളി കഴിഞ്ഞപ്പോ തുടർന്ന് ഓൺലൈനായിട്ട് പൂർണ്ണ PB വിളിച്ചിട്ട് ഈ ശുപാർശ പാസ്സാക്കിയെടുത്തു. അതായത് പാസ്സാക്കേണ്ടത് അവരുടെ ഗതികേടായിട്ട് മാറിയതാണോ എന്താണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാകാത്തത്. അത് 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇത് പാസ്സായത് പോലും. ഇത് പണ്ട് കിട്ടിയിരുന്ന പൂർണ്ണ പിന്തുണ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതില് PB യോഗത്തില് MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവരുടെയും തന്നെയും വോട്ടില്ലെങ്കിൽ, അതിൽ പിണറായിയുടെ തന്നെയും വോട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിണറായിക്ക് ഈ പ്രതിപക്ഷ നേതൃപദം കിട്ടാൻ സാധ്യത കുറയുമായിരുന്നു. കാസ്റ്റിംഗ് വോട്ടിലാണ് ജയിച്ചത്. 3 വോട്ട് ഇവരുടെ പ്ലസ് പിണറായിയുടെ തന്നെ സ്വന്തം വോട്ട്, അങ്ങനെ 4 വോട്ട് കേരളത്തിൽ നിന്നുള്ളവർ മാത്രം. പക്ഷേ തോമസ് ഐസക് കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും, കൊല്ലം ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, എറണാകുളം ജില്ലാ കമ്മിറ്റി അതിശക്തമായിട്ടാണ് പിണറായി വിജയനെ എതിർത്തത്. അദ്ദേഹം വെള്ളാപ്പള്ളിയെ കണ്ടത് തെറ്റായി പോയി, അതുകൊണ്ട് മത ധ്രുവീകരണം ഉണ്ടായി, വർഗീയ ധ്രുവീകരണം ഉണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള വാദങ്ങൾ അതിശക്തമായിട്ട് പറഞ്ഞത്.